സോ സ്വിച്ചാണ് നമ്മൾ അവസാനം പഠിച്ചത്. സോ അവർ നെക്സ്റ്റ് ഹെഡിങ് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ. അപ്പൊ ആദ്യം ആംപ്ലിഫയർ എന്നാന്ന് പറയണം. ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the electronic device which is used to increase the power of the input or used to increase the amplitude or intensity or power of the input. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീക്ക് സിഗ്നലിനെ കൊടുക്കുന്നത്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നമ്മൾ ഈ പാട്ട് അല്ലെ ഗാനമേളയൊക്കെ നടത്തുമ്പം മൈക്ക് നമ്മൾ ആദ്യം ഉപയോഗിക്കും, മൈക്രോഫോൺ. മൈക്ക് ഉപയോഗിച്ച് മൈക്രോഫോൺ ആദ്യം എന്നാ ചെയ്യും? നമ്മളുടെ വോയിസ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. പിന്നെ അവസാനം ഏറ്റവും അങ്ങേയറ്റത്ത് സ്പീക്കറുണ്ട്. സ്പീക്കർ എന്നാ ചെയ്യും? തിരിച്ച് മൂവിങ് കോയിൽ വൈബ്രേഷൻ സ്പീക്കർ എന്നാ ചെയ്യും? ഈ വന്ന ഇലക്ട്രിക് സിഗ്നലിനെ തിരിച്ച് വോയിസ് സിഗ്നലാക്കി മാറ്റും. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർമീഡിയേറ്റർ ആണ് ആംപ്ലിഫയർ. ശരിയല്ലേ? നമ്മൾ നമ്മളുടെ മൈക്കിൽ നിന്ന് എടുക്കുന്ന ആ വയറ് ഒരു ആംപ്ലിഫയറിലോട്ട് കൊണ്ടേ കണക്ട് ചെയ്യും. എന്തിനെന്ന് ചോദിച്ചാൽ ആ നമ്മളുടെ സിഗ്നൽ കൊടുക്കുന്ന ചെറിയൊരു വോളിയത്തിലാണ് ഞാൻ പാടുന്നത്. ഹലോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഒച്ച കേൾക്കുന്നത് ഇതിൻ്റെ കൂടെ ഇതിനകത്ത് ട്രാൻസിസ്റ്റർ കണക്ഷൻ കൊടുത്ത് ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വോളിയം കൂട്ടാൻ പറ്റുന്നത്. അല്ലെ ഞാൻ പറയുന്ന അത്ര ഒച്ചയിലേ അവിടെ വരുള്ളൂ. അല്ലെ മൈക്കിലോട്ട് നമുക്കറിയാം ചെറിയ ഒച്ചയിലാണ് ഞാൻ പാടുന്നത്, പക്ഷെ കേൾക്കുമ്പോഴോ വലിയ ഒച്ചയിലും വലിയ വാസിലും വലിയ എല്ലാത്തിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ആംപ്ലിഫയർ നമ്മുടെ വോൾട്ടേജിൻ്റെ അല്ലെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഇൻറ്റൻസിറ്റി, പവർ എന്നിവ കൂട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ വളരെ കൂടുതലാണ്. It has very high voltage gain. It has very high power gain. ഇത് രണ്ടും വളരെ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ആംപ്ലിഫയർ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി ദിസ് ഈസ് എ ഇൻട്രഡക്ഷൻ പാർട്ട് നമുക്ക് വേണം പറയാം. ഇനി നിങ്ങളിവിടെ ഷെയറിനകത്ത് ഇവിടെ ഞാനൊരു ഗൂഗിളിൽ നിന്നൊരു ആംപ്ലിഫയറിൻ്റെ പടം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ? കാണാവോ നിങ്ങൾക്ക്? ഇൻട്രഡക്ഷൻ ടു ദ ആംപ്ലിഫയർ. Amplifier is an electric device or circuit which is used to increase the magnitude of the signal applied to the input. ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെ മാഗ്നിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു ആംപ്ലിഫയറിൻ്റെ ഡ്യൂട്ടി. ഇതാണ് അതിൻ്റെ ഫിഗർ നന്നായിട്ട് ശ്രദ്ധിച്ചേ. ഒരു സ്മോൾ ഇൻപുട്ട് ഞാൻ കൊടുത്തു അല്ലേ? ശരിയല്ലേ? ആദ്യം ഏതായിരുന്നു? ഒരു സൈൻ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവും, പിന്നീട് ഏതാ കൊടുത്തത്? നെഗറ്റീവ്. അതിൻ്റെ കറണ്ടിനെ ഞാൻ ഐ ഇൻപുട്ട് എന്നും വോൾട്ടേജിനെ വി ഇൻപുട്ട് എന്നും വിളിച്ചു. അതിന് ഒരു ആംപ്ലിഫയർ, നല്ല ആംപ്ലിഫയർ ആണ്, അത് ആംപ്ലിഫൈ ചെയ്യും, അല്ലെങ്കിൽ അതിന് ഗെയിൻ ഉണ്ടാവും. ഈ വോൾട്ടേജ് ഗെയിൻ ഉള്ള ആംപ്ലിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആംപ്ലിഫൈ ചെയ്യാൻ. നോക്കി, ഇവിടെ ഉപയോഗിച്ച സിഗ്നൽ സ്മോൾ സിഗ്നൽ അല്ലായിരുന്നു ഇൻപുട്ട്. ആ സ്മോൾ ഇൻപുട്ട് എങ്ങനെയായി പറ്റി? വലിയ ലാർജ് സിഗ്നലായിട്ട് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടി അല്ലേ? പക്ഷെ there is one difference, വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിക്കും, 180 ഡിഗ്രി ഫേസ് ചേഞ്ച് വന്നു. ഇവിടെ പോസിറ്റീവ് ആയവൻ ഇവിടെ വന്നപ്പോൾ എന്നായി? നെഗറ്റീവ് ഔട്ട്പുട്ടായി. ഇവിടെ നെഗറ്റീവ് ആയിരുന്ന ഇൻപുട്ട് ഇവിടെ വന്നപ്പോൾ എങ്ങനെയായി? പോസിറ്റീവ് ഔട്ട്പുട്ട്.
അപ്പം ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പം അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ആംപ്ലിഫൈസ് ഓർ magnifies or amplify the input signal with a phase difference degree 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പം നമ്മൾ മുമ്പേ വരച്ച പടം നോക്കുക. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, ഒരു ചെറിയ വീക്ക് സിഗ്നൽ. അതിനെ ഞാൻ വി ഇൻപുട്ട് എന്ന് എഴുതി. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൂടെ ഞാൻ ഒരു ആംപ്ലിഫയറിലോട്ട് കൊടുത്തു. അപ്പം ഇതാണ് ആംപ്ലിഫയർ. അപ്പം ഇതിൻ്റെ വി ഇൻപുട്ട് എന്ന് പറഞ്ഞത് ഇതിനിടയ്ക്കുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആണ് വി ഇൻ എന്ന് പറയും. അതിന് ഒരു ഗെയിൻ ഉള്ള ആംപ്ലിഫയർ, ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്നാ, വി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ വി ഇൻപുട്ട് എന്ന് പറയണത് ഒന്നിനേക്കാൾ കൂടുതലായിരിക്കണം, എന്നാലല്ലേ ഗെയിൻ ഉണ്ടാകൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഔട്ട്പുട്ട് കൂടിയാലേ ആവുള്ളൂ. പക്ഷേ കിട്ടുന്ന ഔട്ട്പുട്ടിൽ ആദ്യം കിട്ടുന്നതായിരിക്കും നെഗറ്റീവും പിന്നെ കിട്ടുന്നതായിരിക്കും പോസിറ്റീവ്. ദാറ്റ് മീൻസ് ദെയർ ഈസ് എ 180 ഡിഗ്രി ഫേസ് ചേഞ്ച്. അത് ഇവിടെ ഇങ്ങനെ ഔട്ട്പുട്ടിൽ ഈ വോൾട്ടേജ് വി ഔട്ട്പുട്ട് നമ്മൾ അളന്നെടുക്കും. അതിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. ഇനി ഈ ആംപ്ലിഫയർ നമുക്ക് ഏത് വേണേലും ഉപയോഗിക്കാം. കോമൺ ബേസ് ഉപയോഗിക്കാം, കോമൺ എമിറ്റർ ഉപയോഗിക്കാം, കോമൺ കളക്ടർ ഉപയോഗിക്കാം. എന്നിരുന്നാൽ പോലും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഏതെന്നാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഏതാണ് നമ്മൾ ആംപ്ലിഫയർ അല്ലെങ്കിൽ സ്വിച്ചിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതായിരുന്നു? കോമൺ ബേസ് ആണോ, കോമൺ എമിറ്റർ ആണോ? ഈ അല്ല, കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പർപ്പസസിന് നമ്മൾ ഉപയോഗിക്കുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഇത്രയും എഴുതിയാൽ ആദ്യത്തെ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആംപ്ലിഫയർ എന്നാണ്, ഫേസ് ഷിഫ്റ്റ് എത്ര ഉണ്ടാകും, എന്താണ് സംഭവിക്കുന്നത്, ഗെയിൻ കൂടുതൽ ഉണ്ടായിരിക്കണം, വോൾട്ടേജ് ഗെയിൻ ഉണ്ടായിരിക്കണം, പവർ ഗെയിൻ ഉണ്ടായിരിക്കണം, കോമൺ എമിറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തേ പെട്ടെന്ന്. That means increase amplitude, intensity and power of the input. തീർന്നില്ല, സെൻസ് മുഴുവനാക്കാം. Without changing frequency and shape. അപ്പൊ നമ്മൾ ഈ വരച്ചതനുസരിച്ച് ഇങ്ങനെ വൃത്തികേടായിട്ട് വരയ്ക്കല്ലേ. ഇതിപ്പോ ഇൻപുട്ട് വരച്ചാല് അതേ ഫ്രീക്വൻസി മതി, പക്ഷെ ആംപ്ലിറ്റ്യൂഡ് മാത്രം കൂടണം. കണ്ടോ, ഇങ്ങനെ വരയ്ക്കണം. ഞാനങ്ങ് വരച്ചപ്പോൾ ഇത് എളുപ്പം അങ്ങ് വരച്ചെന്നേ ഉള്ളൂ. സോ ആംപ്ലിറ്റ്യൂഡ് അല്ലെ ഇൻറ്റൻസിറ്റി അല്ലെ പവർ കൂട്ടാൻ പറ്റുന്ന ഇലക്ട്രിക്സ് ഡിവൈസ് ആണ്. പക്ഷെ കൊടുക്കുന്ന സിഗ്നലിന് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുത്തുന്നത് എന്നുള്ളതല്ലാതെ അതിൻ്റെ ഷേപ്പോ ഫ്രീക്വൻസിയോ ഒന്നും മാറിയല്ല. ഫ്രീക്വൻസി മാറിയ ശബ്ദം മാറിയല്ലോ. ഞാൻ പാടുന്ന എൻ്റെ ഒച്ച അതുപോലെ പുറത്തു വരണം അല്ലേ. അല്ലാതെ എൻ്റെ ഫ്രീക്വൻസി ഞാൻ പാടുമ്പം മീട്ട് പാടുന്ന ഒച്ചയും പെണ്ണുങ്ങൾ പാടുന്ന ആണുങ്ങൾ പാടുന്ന ഒച്ചയും കിട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ വോക്കൽ കോഡിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി ഏതാണോ ആ ഫ്രീക്വൻസിയിൽ തന്നെ കിട്ടണം. സോ ദെയർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഷേപ്പ് ഓഫ് ദ ഇൻപുട്ട്. എഴുതിയെടുത്തു ആ പോയിന്റ്. അടുത്ത പോയിന്റ്, നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം. നമ്മളിപ്പോൾ കോമൺ എമിറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കണേ? ഇവിടെ ബേസ് വരച്ചിട്ട് ഇവിടെ കളക്ടർ വരച്ചിട്ട് ഇങ്ങോട്ട് എമിറ്റർ വരയ്ക്കും അല്ലേ. ഇതെല്ലായിരുന്നു നമ്മുടെ കോമൺ എമിറ്റർ. റെസിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ വി ഇൻപുട്ട് കൊടുക്കും. ഇപ്പൊ കോമൺ എമിറ്ററിൽ ഇതങ്ങ് കടത്തി വിടാൻ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. എഴുതിയെടുക്കുക. ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് ഇൻ ഫോർവേഡ് ബയാസ്ഡ്
ആൻഡ് ഔട്ട്പുട്ട് സിഗ്നലിനെ നമ്മൾ അന്ന് ഉദ്ദേശിച്ച പോലെ തന്നെ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുണ്ട്. സിമിലർ വേ നമ്മൾ അവസാനം എന്നാ ചെയ്യും? ഒന്നെങ്കിൽ കോമൺ എമിറ്റർ ആണോ, കോമൺ കളക്ടർ ആണോ, കോമൺ ബേസ് ആണോ എന്നനുസരിച്ച് ഈ ഗെയിൻ ഇല്ലേ, ഗെയിൻ ഹലോ, ഗെയിൻ ഓർ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കോമൺ എമിറ്ററിന്റെ കേസിൽ ബീറ്റ എന്ന് പറയുന്ന ഒരു സാധനം മീട്ടുവിന് പറഞ്ഞു തന്നില്ലേ? ഓർക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഗെയിൻ അല്ലെങ്കിൽ കറണ്ട് ഗെയിൻ ഓർ ഔട്ട്പുട്ട് ഗെയിൻ എന്ന് പറയും. ഇപ്പം ഔട്ട്പുട്ട് ഗെയിൻ ഓർ കറണ്ട് ഗെയിൻ എന്ന് പറയണത് കറണ്ട് കൂടി എന്നറിയാൻ വേണ്ടി കോമൺ ബേസ് ആണെങ്കിൽ കോമൺ ബേസിന്റെ ഗെയിൻ, കോമൺ എമിറ്റർ ആണ് കോമൺ എമിറ്ററിന്റെ ഗെയിൻ, കോമൺ കളക്ടർ ആണ് കോമൺ കളക്ടറിന്റെ ഗെയിൻ. അപ്പം ഓരോന്നിലും കോമൺ ബേസ് ആണെങ്കിൽ ബേസ് ഇവിടെ വരും. അപ്പൊ ഏതായിരിക്കും? എമിറ്റർ ഇൻപുട്ടും കളക്ടർ ഔട്ട്പുട്ട് ആയിരിക്കും. സോ കോമൺ ബേസിന്റെ ആൽഫ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ഈസ് ഈക്വൽ ടു IC ഡിവൈഡഡ് ബൈ IE. കോമൺ എമിറ്റർ ആയപ്പോൾ എമിറ്റർ ഇവിടെ പോയി ബേസിലൂടെ കയറി കളക്ടർ കിട്ടി. അപ്പൊ കളക്ടർ ആണ് IC ഡിവൈഡഡ് ബൈ IB, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്, ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ബീറ്റ. ഇൻ ദ കേസ് ഓഫ് കോമൺ കളക്ടർ ആംപ്ലിഫയർ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഗാമ. കളക്ടർ ഇവിടെ വരും, പിന്നെ ഇവിടെ ബേസും ഇവിടെ എമിറ്ററും ഉള്ളൂ. സോ I of the emitter divided by I of the base. Very important point. Based upon the voltage gain or based upon the output gain or current gain, the amplifier is classified into 3 types: common base, common emitter, and common collector. The voltage gain or current gain is not similar in all cases. It is different in each case. In the case of common base, emitter, collector, ആ ഓർഡർ പഠിക്കണം, ഇല്ല ആൽഫ ബീറ്റ ഗാമ തിരിഞ്ഞു പോകും അല്ലേ? കോമൺ ബേസ്, എമിറ്റർ, കളക്ടർ, ആൽഫ ബീറ്റ ഗാമ. ഇനി ഓർത്താൽ മതി, ബേസ് കോമണാ, അപ്പം പിന്നെ എമിറ്ററും കളക്ടറും ഉള്ളൂ. കളക്ടർ കളക്ട് ചെയ്യുക, അപ്പം IC ഡിവൈഡ് ബൈ I. ഇവിടെ കോമൺ എമിറ്റർ കോമൺ, അപ്പൊ ബേസ് ഇൻപുട്ടും കളക്ടർ ഔട്ട്പുട്ടും ആകും IC ബൈ IB. കോമൺ കളക്ടർ ആകുമ്പം കളക്ടർ കോമൺ ആകും, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്ന് പറയുമ്പം IE ബൈ IB എന്നാകും. സോ ദിസ് ഈസ് എ കറണ്ട് ഗെയിൻ ഫാക്ടർ ഓർ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻ ഈച്ച് കേസ്. ഇത് ചോദിക്കാം, കണ്ടുപിടിക്കാൻ പ്രോബ്ലം ആയിട്ട് കറണ്ട് തന്നിട്ട് ഓരോന്നിന്റെ എത്രയാണ്. So that is represented by alpha, beta, gamma. Alpha equal to IC by I, beta equal to IC by IB, gamma equal to IE by IB. കാണാൻ പഠിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞ പോലെ കോമൺ ബേസ് നോക്കുക. കോമൺ ബേസ് ആകുമ്പോൾ പിന്നെ രണ്ടെണ്ണം ഏതാ ഉള്ളത്? പറഞ്ഞേ, കോമൺ ബേസ് എന്ന് പറയുമ്പോൾ പിന്നെ ഏതാ ഉള്ളത്? എമിറ്ററും കളക്ടറും ആണ് അല്ലേ? എമിറ്ററും കളക്ടറും ബേസ് ഇവിടെ വന്നു, അപ്പൊ എമിറ്ററിലൂടെ കയറി കളക്ടറെ സ്റ്റോർ ചെയ്യും. അപ്പം IC ബൈ IE. ബീറ്റ കോമൺ എമിറ്റർ ആണെങ്കിലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കേസ്, ഔട്ട്പുട്ട് കളക്ടർ, ഇൻപുട്ട് ബേസ്, IC ബൈ IB. കോമൺ കളക്ടർ ഗാമ ആണെങ്കിൽ കളക്ടർ കോമൺ ആയി പോയി, IE ബൈ IB. മൂന്നും മനസ്സിലായോ? അതങ്ങനെ തന്നെ പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലായോ? ഇനി ഞാൻ ഈ ഫിഗർ വെച്ച് കോമൺ എമിറ്റർ ആംപ്ലിഫയർ വെച്ച് അതിന്റെ ഔട്ട്പുട്ട് ഗെയിൻ കണ്ടുപിടിക്കാൻ പോവാം. കോമൺ എമിറ്ററെ ചോദിക്കുകയുള്ളായിരിക്കും എന്ന് വിശ്വസിക്കാം, പക്ഷെ ഏതാണേലും ഇത് വെച്ച് ചെയ്യാനുള്ള ഒരു രീതി, കോമൺ എമിറ്റർ വെച്ചിട്ടുള്ള രീതി വെച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത്രയുടെ മതി. ഇനി ഇവിടെ നോക്കിക്കേ, വോൾട്ടേജ് ഗെയിൻ എത്രയാണെന്ന് ആദ്യം എഴുതാൻ പോണം.
വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ എന്നായിരിക്കും വീട്ടു? ഔട്ട്പുട്ട്. വെരി ഗുഡ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ശരിയല്ലേ? അതിന് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ വി ഔട്ട്പുട്ട് അല്ലേ? അല്ലെ, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. വ്യത്യാസം ഉണ്ടായത് എത്രയാണോ? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ശരിയല്ലേ? വി ഓംസ് ലോ വെച്ച് വിയുടെ ഇക്വേഷൻ എന്നാ? വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഔട്ട്പുട്ടിലെ ആർ ഏതാണ്? ഇതല്ലേ, ആർ ഒ എന്ന് എഴുതാം. ആർ ഒയും ഔട്ട്പുട്ടിലെ കറണ്ട്, ഇവിടെ വരുന്ന കറണ്ട് ഐ സി യു ആണ്. അതോടെ എഴുതിയേക്കാം, കറണ്ടോടെ എഴുതിയേക്കാം. ഐ സി, ഐ ബി, ഐ ഇ. ഈ കറണ്ടും കൂടെ വരയ്ക്കണം കേട്ടോ. അപ്പം പറഞ്ഞേ, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണെങ്കിൽ ഐ സി ഇൻറ്റു ആർ സീറോ അല്ലടോ, ആർ ഔട്ട്പുട്ട്. ആർ ഒ അല്ല, ആർ ഔട്ട്പുട്ട് മുഴുവൻ പറഞ്ഞു. ഇവിടെയും കറണ്ടിനെ വ്യത്യാസം വരുള്ളൂ. അപ്പം ഡെൽറ്റ ഐ സി ബൈ ആർ ഒ. അങ്ങനെയെങ്കിൽ ഇൻപുട്ട് എത്രയാന്ന് പറയാം? ഡെൽറ്റ ഐ ബി ഇൻറ്റു ആർ ഐ. ഇത് വോൾട്ടേജ് ഗെയിൻ റെപ്രസെന്റ് ചെയ്യുന്ന എ എന്ന് പറഞ്ഞ ഗെയിൻ, എയുടെ ചുവട്ടിൽ വോൾട്ടേജ് ഗെയിൻ കണ്ടോ? എ വി എന്ന് എഴുതും, വോൾട്ടേജ് ഗെയിൻ. ഇനി നോക്കട്ടെ, ഡെൽറ്റ ഐ വി ബൈ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്നാന്ന് ഞാൻ എഴുതി തന്നേ? ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ് 3 സാധനം എഴുതി തന്നായിരുന്നു. അതിൽ നോക്കിക്കേ, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്നാ? എടോ, തൊട്ട് മുമ്പ് എഴുതി തന്നില്ലേ ആൽഫ ബീറ്റ ഗാമ 3 എണ്ണം. കോമൺ എമിറ്റർ ആകുമ്പോൾ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി. കോമൺ എമിറ്ററിന് ആൽഫ ബീറ്റ ആണോ ഗാമയാണോ? അയ്യോ, ബെസ്റ്റ്. ആൽഫ, അതിലും ബെസ്റ്റ്. എടോ, 3 എണ്ണം ഞാൻ ഇവിടെ തന്നെ റോസ് നിർത്തി എഴുതിയിട്ടില്ലായിരുന്നു, ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞുകൊണ്ട്. ആൽഫയുടെ വാല്യൂ എന്നായിരുന്നു? ഐ സി ബൈ ഐ ഇ അല്ലായിരുന്നോ? ബീറ്റയുടെ വാല്യൂയോ? ഗാമയുടെ വാല്യൂയോ? ഐ സി ബൈയോ? ഐ ഇ ബൈ ഐ ബി. കോമൺ കളക്ടറാണ് ഗാമയില്. അത് എഴുതിയെടുത്തായിരുന്നോ ഇല്ലയോ? ഒന്നോടെ എഴുത്. ആൽഫ ഐ സി ബൈ ഐ ഇ എഴുതിയോ? ബീറ്റ എത്രയാ? ഗാമ എത്രയാ? ഐ ഇ ബൈ ഐ ബി. ഗാമ എന്ന് പറയുമ്പോൾ കോമൺ കളക്ടറാ, സി കോമൺ. അപ്പൊ ഇയും ബിയും ഉള്ളൂ. ഐ ഇ ബൈ ഐ ബി. ഐ സി ബൈ ഐ ബി എന്ന് പറഞ്ഞാൽ എന്നാ? ബീറ്റ ഇൻറ്റു ആർ ഒ ഡിവൈഡഡ് ബൈ ആർ ഐ. ശരിയല്ലേ? വേണമെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് ആർ ഒയ്ക്ക് പകരം ആർ എൽ എന്ന് എഴുതാം. ആർ എൽ ലോഡ് റെസിസ്റ്റൻസ്, അവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് അളക്കണം. അപ്പം ബീറ്റ ഇൻറ്റു ആർ എൽ ഡിവൈഡഡ് ബൈ ആർ ഐ ആയിരിക്കും നമ്മളുടെ വോൾട്ടേജ് ഗെയിൻ. കണ്ടോ, എന്നെ എളുപ്പം നോക്കി ചെയ്യാൻ ചോദിക്കും, പ്രോബ്ലം ആയിട്ട് ഇത് ഡിറൈവ് ചെയ്യാൻ പറയും. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, വി ഈക്വൽ ടു ഐ ആർ. ഔട്ട്പുട്ടിന്റെ അവിടുത്തെ ഐ സി, ആർ ഒ ഡിവൈഡഡ് ബൈ ഇൻപുട്ടിന്റെ ഐ ബി, ഇൻപുട്ടിന്റെ വോൾട്ടേജ് ആർ ഐ ആർ. ഇനി അത് ചെയ്ത് വന്നപ്പോൾ ഡെൽറ്റ ഐ സി ബൈ ഐ ബി എന്നാന്ന് കിട്ടി? ബീറ്റ എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കിട്ടി. മനസ്സിലായല്ലോ? ആൽഫയും ബീറ്റായും ഗാമായും പഠിച്ചിട്ട് ഒന്നോടെ നോക്കി കഴിയുമ്പോൾ മുഴുവൻ മനസ്സിലായിക്കോളൂ. അടുത്തതാണ് പവർ ഗെയിൻ. എ കൊണ്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എയുടെ ചുവട്ടിൽ പി, എ പി, പവർ ഗെയിൻ. സോ എ പി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ പറഞ്ഞ പവർ ഗെയിൻ്റെ ഇക്വേഷൻ ആയിരിക്കും എടോ, ഗെയിന്റെ ഇക്വേഷൻ എപ്പോഴും എന്നതാ? ഡെൽറ്റ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്.
അല്ലെങ്കിൽ പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. പവറിന്റെ ഇക്വേഷൻ എന്നാ? പിയുടെ ഇക്വേഷൻ ഓംസ് ലോ വെച്ച് പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ് എച്ച് എങ്കിൽ ഐ സ്ക്വയർ ആർ എന്ന് എഴുതാം അല്ലേ? എച്ച് എ ബൈ ടി അല്ലേ പവർ? എന്നെങ്കിൽ ഐ സ്ക്വയർ ആർ ഓർ വി ഐ ടിക്കകത്ത് വി ഐ ഓർ വി സ്ക്വയർ ബൈ ആർ. ഇങ്ങനെ 3 ഇക്വേഷൻ ജൂൾസ് ലോയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ ജൂൾസ് ലോയിൽ നിന്ന് പവറിന്റെ ഇക്വേഷൻ എന്നാ? വി ഇൻറ്റു ഐ. എന്നാ ഔട്ട്പുട്ടിലെ പവർ പറഞ്ഞേ. വി ഔട്ട്പുട്ട് ഇൻറ്റു ഔട്ട്പുട്ടിലെ കറണ്ട് ഏതാണ്? ഐ സി. അയ്യോ സീറോയോ? ഐ സി ഇവിടെ കാണാലോ. അതുപോലെ ഇൻപുട്ടിലാണെങ്കിലോ വി ഐ ഇൻറ്റു ഐ ഇൻപുട്ടിലെ കറണ്ട് ഏതാ? എടോ ഈ പടത്തിൽ ഇൻപുട്ട് ഏതാ? ഇതാണ് ഇൻപുട്ട്. വി ഐ ഇൻറ്റു ഐ ബി. മനസ്സിലായോ? ഇതുപോലെ തന്നെ വീണ്ടും ഒരു സാധനം ഇവിടെ വന്നില്ലേ? ഐ സി ബൈ ഐ ബി എന്ന് വന്നില്ലേ? അപ്പൊ ഡെൽറ്റ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്ന് പറഞ്ഞാൽ എന്നാ? ബീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു എന്നത്? വി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ വി ഇൻപുട്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്നാ? പവർ ഗെയിൻ അല്ലേ? ഇനി നോക്കിയേ, വി ഔട്ട്പുട്ട് ബൈ വി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്നാ? വോൾട്ടേജ് ഗെയിൻ. അപ്പൊ അത് കൊടുത്താലോ? എ പി ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു എ വി എന്ന് കൊടുക്കത്തില്ലേ? ഇല്ലേ? അപ്പൊ ഈ എ വിനെ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ബീറ്റ. അപ്പൊ എന്നാന്ന് കൊടുക്കാം? ബീറ്റ ഇൻറ്റു ബീറ്റ ആർ എൽ ബൈ ആർ ഐ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ ആർ എൽ ബൈ ആർ ഐ. കണ്ടോ? വളരെ സിമ്പിൾ ആണ് പഠിച്ചാൽ. ആ ഡെറിവേഷൻ കുഞ്ഞൊരു ഡെറിവേഷനാ. ദിസ് വൺ ആൻഡ് ദിസ് വൺ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഇങ്ങനെ ഏത് ആംപ്ലിഫയറിന്റെ ചോദിച്ചാലും നമ്മൾ എഴുതാൻ പഠിക്കണം. അതിന് ഒരു ആംപ്ലിഫയറിന്റെ മികച്ച രീതിയിൽ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക എന്നുള്ളത് ചെയ്യാനുള്ളൂ. എന്നോട് നോക്കി. ആക്ച്വലി ഇത് അവർ ചാപ്റ്റർ ഈസ് ഓവർ. അതുകൊണ്ട് ചാപ്റ്റർ തീർന്നു. നന്നായിട്ട് നോക്കി സംശയം ഉണ്ടോ ചോദിക്ക്. നന്നായിട്ട് നോക്കി മനസ്സിലായിട്ട് പോളില്ലേ? ഞാൻ സംശയം ചോദിച്ചാൽ ഞാൻ വീണ്ടും ഫിഗർ ചെയ്യുന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ടാ പറയണേ.